ജോയ് പ്ലാൻ്റെ മെയിൻ ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, ലൈക്ക് DIY, മൈ ഹോം, ഐഡിയ ബുക്ക്, ഫോട്ടോ ആൻഡ് റീഡിസൈൻ, 2D to 3D. സോ ഒരു പ്രോജക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രം ദ ബിഗിനിങ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ലൈക്ക് പ്ലാനും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്ന രീതി. അതല്ലാതെ നമുക്കൊരു ഫ്ലോർ പ്ലാൻ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആൻഡ് അതത്തെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്കത് റീഡിസൈൻ ചെയ്ത് ഗിവിംഗ് പ്രോംപ്റ്റ് നമുക്ക് റീഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മളിവിടെ പോകുന്ന ഓപ്ഷൻ ലൈക്ക് ഓൺ ദ സെക്കൻഡ് ഓപ്ഷൻ ആണ് ടു സ്റ്റാർട്ട് വിത്ത് എ പ്രോജക്റ്റ്. നമ്മൾ ചെയ്ത കംപ്ലീറ്റ് പ്രോജക്റ്റ് ജോയ് പ്ലാൻ ഇന്ത്യയുടെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സെർവർ അല്ലെങ്കിൽ അക്കൗണ്ടിലാണ് സേവ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ന്യൂ പ്രോജക്റ്റിലേക്ക് പോവാം, ഓർ എൽസ് എക്സിസ്റ്റിംഗ് പ്രോജക്റ്റിൽ ചേഞ്ചസോ മറ്റു കാര്യങ്ങളോ ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്രോജക്റ്റിൻ്റെ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്ട് ചെയ്യുന്നത് ആ ഒരു പ്രോജക്റ്റിലേക്കായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ന്യൂ പ്രോജക്റ്റ്. സോ ഇതാണ് ജോയ് പ്ലാൻ ഇന്ത്യയുടെ ഇൻ്റർഫേസ്. പ്ലാനും കാര്യങ്ങളും നമ്മൾ വരച്ചെടുക്കുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള മെയിൻ ഇൻ്റർഫേസ് ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബോട്ടം ലെഫ്റ്റ് സൈഡ് നമുക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്: സർവേ മോഡ്, ഹാർഡ് ഡെക്കറേഷൻ മോഡ്, സോഫ്റ്റ് ഡെക്കറേഷൻ മോഡ്. പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ചെടുക്കുന്നത് സർവേ മോഡിലാണ്. ആൻഡ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഹാർഡ് ഡെക്കറേഷൻ മോഡിലാണ്. അത് കഴിഞ്ഞ് 3D മോഡൽസും കാര്യങ്ങളും അപ്ലൈ ചെയ്യാനായിട്ട് സോഫ്റ്റ് ഡെക്കറേഷൻ മോഡിലേക്കാണ് പോകേണ്ടത്. പ്ലസ് ഐക്കണിലാണ് നമ്മൾ കംപ്ലീറ്റ് മോഡൽസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പ്ലാൻ വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കേസർ ആണിത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഇതാണ് പ്ലാൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാൻ നമുക്ക് ഇതിൽ കൊണ്ടുവരാം. ഏത് നമ്മളായിട്ട് വരച്ചെടുക്കുന്ന പ്ലാൻ, അതല്ല ഒരു ഫ്ലോർ പ്ലാൻ നമുക്ക് JPG ഫോമാറ്റിൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോസിബിൾ ആണ്. അൺഡു ആൻഡ് റീഡു ഓപ്ഷൻസ് ആണ്. ആൻഡ് ഓൾസോ ഡയറക്ഷൻസ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. 2D 3D റോമിംഗ് ഓപ്ഷൻസ് ആണ്. പ്ലാൻ നമുക്ക് 2D ആയിട്ടും 3D ആയിട്ടും റോമിംഗ് മോഡിലേക്ക് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. എക്സിസ്റ്റിംഗ് ഫ്ലോർ ഓപ്ഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ആൻഡ് അക്കൗണ്ട് സെറ്റിംഗ്സ്, അതിൽ ഫ്ലോർ പ്ലാൻ ഹൈറ്റ്, നമ്മളൊരു ഫ്ലോർ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് റൂമിൻ്റെ ഹൈറ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ സ്ലാബ് തിക്നെസ്, ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് യൂണിറ്റ് ആണെന്നുള്ളതാണ്. എക്സ്ട്രാ നമുക്കൊരു മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്ലാനിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാം. റെഫറൻസ് ലൈൻ വരച്ച് നമുക്ക് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സിസ്റ്റിംഗ് സ്പേസിൽ നമുക്ക് റൂഫ് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഈ ഒരു ഓപ്ഷൻ ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് മെനു ആണ്. സെറ്റിംഗ്സിലേക്കും റെഫറൻസ് ലൈനും റൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യുന്ന രീതിയാണ് വരുന്നത്. ഇതാണ് ജോയ് പ്ലാനിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ പ്ലാന് കാര്യങ്ങൾ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്.